ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശിശു. ഓരോ അറിവും ചെറുതല്ല എന്ന് പറയാറില്ലേ? ഇന്ന് കുറച്ചു അറിവ് പകരുന്ന വീഡിയോ ആയാലോ? ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് താജ്മഹലിനെ കുറിച്ചാണ്. കൂട്ടുകാരെ, പ്രണയത്തിന്റെ മനോഹരമായ ഒരു കൊട്ടാരം, അതാണ് താജ്മഹൽ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതിന്റെ പേരാണ് താജ്മഹൽ. ഇന്ത്യയിലെ ആഗ്ര എന്ന നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹൽ ഒരു സാധാരണ കെട്ടിടമല്ല കേട്ടോ, ഇതൊരു അത്ഭുതമാണ്. എന്തിനാണ് താജ്മഹൽ ഉണ്ടാക്കിയത്? വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഷാജഹാൻ ചക്രവർത്തി എന്നായിരുന്നു. ഷാജഹാൻ ചക്രവർത്തിക്ക് മുംതാസ് മഹൽ എന്നു പേരുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഷാജഹാൻ ചക്രവർത്തിക്ക് മുംതാസ് മഹലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു ദിവസം മുംതാസ് മഹൽ മരിച്ചുപോയി. തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ ഒരു സ്മാരകമാണ് താജ്മഹൽ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രണയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ മനോഹരമായ കെട്ടിടം. എങ്ങനെയാണ് താജ്മഹൽ ഉണ്ടാക്കിയത് എന്നറിയുമോ? താജ്മഹൽ ഉണ്ടാക്കാൻ ഏകദേശം 22 വർഷങ്ങൾ എടുത്തു. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. 20,000-ലധികം ആളുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയത്. വെളുത്ത മാർബിൾ കല്ലുകൾ കൊണ്ടാണ് താജ്മഹൽ മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കല്ലുകൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. താജ്മഹൽ കാണുമ്പോൾ ഒരു വെളുത്ത മഞ്ഞുമല പോലെ തോന്നും. രാത്രിയിൽ നിലാവിന്റെ വെളിച്ചത്തിൽ ഇത് കൂടുതൽ മനോഹരമാകും. താജ്മഹലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നറിയാമോ? താജ്മഹലിനു ചുറ്റും മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. ഇതിന് 4 വലിയ ഗോപുരങ്ങളുണ്ട്. താജ്മഹലിന്റെ ചുവരുകളിൽ വിലപിടിപ്പുള്ള കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. പൂക്കളും ഇലകളുമെല്ലാം കൊത്തിയെടുത്തതുപോലെ തോന്നും ഇത് കണ്ടാൽ. ഇതിനെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. താജ്മഹൽ ഒരുപാട് കഥകളും ചരിത്രവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലൊന്നാണ് നമ്മുടെ താജ്മഹൽ. നിങ്ങൾ എല്ലാവരും ഒരു ദിവസം താജ്മഹൽ കാണാൻ പോകണം കേട്ടോ.